السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ബഹുമാനപ്പെട്ട മുംതാസ് മാം, അതുപോലെ മറ്റ് ടീച്ചേഴ്സ്, ബാക്കിയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് സൂറ അൽ ബഖറയിലെ തഫ്സീറാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൽ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന്റെ കലാം ചർച്ച ചെയ്യാനുള്ള അവസരം നൽകിയ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ബഖറയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടു. സൂറ ബഖറ എവിടെയാണ് ഇറങ്ങിയതെന്നും എന്താണ് ആയത്തുകളുടെ കണ്ടന്റ് എന്നൊക്കെ മനസ്സിലാക്കി. അതുപോലെ സൂറ ബഖറയുടെ പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഇബ്ലീസിനെ വീട്ടിൽ നിന്ന് ഓടിക്കുവാനുള്ള ആയുധമാണ് സൂറത്തുൽ ബഖറ. നമ്മുടെ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിനെ തുരത്തി ഓടിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു വഴിയിൽ ഇബ്ലീസിന്റെ ശല്യം മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടിയടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്ലീസിന് തീരെ ഇഷ്ടമില്ലാത്തത്, അവന് തീരെ താങ്ങാൻ പറ്റാത്ത വലിയ ഒരു കാര്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് നമ്മെ അതിൽ നിന്ന് അൽ ബഖറ തഫ്സീർ പഠിക്കുന്നതിൽ നിന്ന് നമ്മെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വല്ലാത്തൊരു പ്രയാസം തന്നിട്ട് ഇനി എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് തോന്നിപ്പിച്ച് അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറും, പക്ഷേ ആ കാരണം കൊണ്ട് നമ്മൾ അൽ ബഖറ പഠിക്കുന്നത് നിർത്തിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ബഖറയിൽ ബർക്കത്തുണ്ട്. അത് ഒഴിവാക്കുന്നത് മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ തന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. അൽ ബഖറ പഠിക്കുന്നതിന് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അൽ ബഖറിന്റെ തഫ്സീറിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. പരിശുദ്ധ ഖുർആനിൽ 29 അധ്യായങ്ങൾ ഹുറൂഫുൽ മുഖത്താഅത്ത് കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. അലിഫ് ലാം, അതുപോലെ ഹാമീൻ, യാസീൻ, ഖാഫ്, നൂൻ എന്ന് ഇതുപോലുള്ള ഹുറൂഫുൽ മുഖത്താഅത്ത് അറിയാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവുകയില്ല. ഈ ഹുറൂഫുൽ മുഖത്താഅത്ത് എഴുതുന്നത് ഒന്നിച്ചാണെങ്കിലും ഇത് വായിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഈ അറഫ് വായിക്കുന്നത് അലിഫ് വേറെ, ലാമ് വേറെ, മീമ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹുറൂഫുൽ മുഖത്താഅത്ത് എന്ന് വിളിക്കുന്നത്. ഖത്ത് എന്നാൽ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വരുന്ന അക്ഷരങ്ങളെ ഹുറൂഫുൽ മുഖത്താഅത്ത് എന്ന് പറയുന്നത്. ഹുറൂഫുൽ മുഖത്താഅത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനെ ചുരുക്കി 4 പോയിന്റുകളാക്കാൻ പറ്റും. ഹുറൂഫുൽ മുഖത്താഅത്തിന്റെ കാര്യത്തിൽ പല അന്ധവിശ്വാസങ്ങളുമുണ്ട്. ആ വാക്ക് തന്നെ പല പ്രാവശ്യം ഓതുകയും അതിൽ എന്തോ സ്പെഷ്യലായിട്ടുണ്ടെന്ന് കരുതി ഈ അക്ഷരങ്ങൾ വീടുകളിൽ എഴുതി തൂക്കിയിടുകയും ചെയ്യുന്നത് ഒക്കെ കാണാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കൽ ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാർക്കിടയിലുള്ള നാല് പോയിന്റുകളാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ആദ്യത്തെ ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്ന ഒരു അഭിപ്രായം, ഈ ഒരു അക്ഷരത്തിന് അർത്ഥമുണ്ട്. അലിഫ്ലാം എന്ന് പറയുന്ന ഈ അക്ഷരത്തിന് അർത്ഥമുണ്ട്. അത് അള്ളാഹുവിന്റെ പേരുകളാണ്, അല്ലെങ്കിൽ സൂറത്തുകളുടെ പേരുകളാണ് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇത് അറബി അക്ഷരങ്ങൾ മാത്രമാണ്, പ്രത്യേകിച്ച് അർത്ഥമില്ല. മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അർത്ഥമുണ്ട്, പക്ഷേ നമുക്കത് അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാലാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നാം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനേ പോകണ്ട, ഓതിപ്പോയാൽ മതി. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം രണ്ടാമത്തേത് എന്ന് പറയപ്പെടുന്നു. അത് അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കണം അർത്ഥമില്ലാത്ത വാക്കുകൾ അള്ളാഹുവിന്റെ കലാമിൽ വെച്ചിരിക്കുന്നത് എന്ന് മനുഷ്യന്മാര് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, അക്ഷരങ്ങൾക്ക് അർത്ഥമില്ല, പക്ഷേ അത് സൂറത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഖുർആൻ ഒരു മുഅ്ജിസത്താണ്, അത്ഭുതമാണ് എന്ന് കാണിക്കുന്ന അക്ഷരങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഖുർആൻ എങ്ങനെയാണ് ഒരു മിറാക്കിൾ ആകുന്നത്? അല്ലാഹു തആല ആ അറബി സമൂഹത്തിന് ഒന്നടങ്കം അല്ലാഹു ചലഞ്ച് ചെയ്തിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതുപോലെ ഒരു സൂറത്തോ ഒരായത്തോ കൊണ്ടുവരാൻ വേണ്ടി. അറബി ഭാഷയിൽ അങ്ങേയറ്റം നൈപുണ്യം നേടിയവരാണ് അറബികൾ. അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. എന്നിട്ട് പോലും ആർക്കും തന്നെ ഖുർആനിന് തുല്യമായ ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു ആയത്തോ ഒരു അർഫോ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അവർ ഉപയോഗിക്കുന്ന അവരുടെ ഭാഷയിലെ അതേ അക്ഷരമാലയിലെ അക്ഷരങ്ങളും വാക്കുകളും ഉപയോഗിച്ചിട്ടാണ് അലിഫ്ലാം പോലത്തെ ഹുറൂഫുൽ മുഖത്തആത്ത് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അവർക്കതിന് സാധിച്ചിട്ടില്ല. അതാണ് ഖുർആനിന്റെ മിറാക്കിൾസ്. അത്ഭുതകരമായ നേച്ചർ കാണിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം അക്ഷരങ്ങൾ ഖുർആനിൽ ഇട്ടിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തിൽ ഒരു സൂറത്തിന്റെ ഫ്രണ്ടിൽ, ഏത് സൂറത്തിന്റെയും ഫ്രണ്ടിൽ ഈ അക്ഷരം ഉണ്ടാകും. മാത്രമല്ല അടുത്ത ആയത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഖുർആനിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഖുർആനിന്റെ ഹൈ സ്റ്റാറ്റസ് പറയുന്ന ആയത്തായിരിക്കും തൊട്ടടുത്ത് വരിക. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അക്ഷരങ്ങൾ ഖുർആനിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അതിന്റെ ശേഷം ഖുർആനിന്റെ അത്ഭുതത്തെ, അതിന്റെ സ്റ്റാറ്റസിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ആയത്ത് വരികയും ചെയ്യും. നാം ഓതിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ബുക്കല്ല, ഒരു അത്ഭുതമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണത്. ഹുറൂഫുൽ മുഖത്തആത്ത് ഖുർആനിൽ വെച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയപ്പെട്ടിരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഖുർആൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഹുറൂഫുൽ മുഖത്തആത്ത്. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ. ذَلِكَ അത്, അൽ കിതാബ് ഗ്രന്ഥം അല്ലെങ്കിൽ ബുക്ക്, ലാ റൈബ ഒരു സംശയവും ഇല്ല, ഫീഹി അതിൽ, ഹുദൻ മാർഗദർശനം, ഹിദായ അല്ലെങ്കിൽ ഹിദ്ദിന എന്നൊക്കെ പറയും. നാം ഫാത്തിഹയിൽ പഠിച്ചിട്ടുണ്ട് അതിനെ പറ്റി വിശദമായിട്ട്. ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക്, അതായത് ഇതാകുന്ന ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഇത്, തഖ്വയുള്ളവർക്ക് മാത്രം ഹിദായത്ത് കാണിക്കുന്ന ഗ്രന്ഥമത്രേ. കിതാബ് കിതാബ് എന്നതിന് എഴുതപ്പെട്ടത് എന്ന് അർത്ഥം വരുന്നുണ്ട്. ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ സമയത്ത് അതൊരു എഴുതിയ രൂപത്തിലായിരുന്നില്ല. എന്നാൽ ഖുർആന്റെ ഒറിജിനലി എഴുതപ്പെട്ടിരുന്നതാണ്, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടതാണ് എന്ന് സൂറ ബുറൂജിൽ പറയപ്പെട്ടിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബൽ ഹുവ ഖുർആനും മജീദ്.
ഫീ ലൗഹിൻ മഹ്ഫൂദ്. പരിശുദ്ധ ഖുർആനിലെ 85-ാമത്തെ അധ്യായമായ സൂറ ബുറൂജിലെ 21-ാമത്തെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ല, അതൊരു മഹത്തമേറിയ ഖുർആനാകുന്നു, സംരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത്, അതായത് ലൗഹുൽ മഹ്ഫൂദിൽ. മാത്രമല്ല സൂറ അബസയിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് സുഹുഫുൽ മുക്കറമയിൽ മാന്യന്മാരായ മലക്കുകളുടെ അടുത്തും എഴുതപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. അള്ളാഹുവിന്റെ അടുത്ത് ലൗഹിൽ മഹ്ഫൂദിലുണ്ട്, മലക്കുകളുടെ അടുത്ത് സുഹുഫുൽ മുക്കറമയിലുണ്ട്, നമ്മുടെ അടുത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ എഴുതിയ കാര്യങ്ങൾ യാതൊരു സംശയവും വേണ്ട. ഖുർആനിൽ അള്ളാഹുവിൽ നിന്നാണ് എന്നതിലും നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഖുർആനിലുള്ള ഓരോ വാക്കുകളും വചനങ്ങളും സത്യമാണ്, കറക്റ്റാണ്, വിശ്വാസയോഗ്യമാണ്, സത്യസന്ധമാണ്. നമുക്കിതിനെ പൂർണ്ണമായും വിശ്വസിക്കാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തി തരുകയാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളിപ്പോ ഒരാളെ കുറിച്ച് നമുക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വിശ്വസിക്കൂല. അയാൾ പറയുന്ന വാക്കുകളും നമ്മൾ എടുക്കുകയില്ല. പിന്നെ അവരുമായി ഡീല് ചെയ്യാൻ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവൂല, നമുക്കൊരു ഇഷ്ടം ഉണ്ടാവൂല. എന്തെങ്കിലും കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ആ ആളുകൾ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, ആ ആളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. അള്ളാഹു തആല അവന്റെ ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ് ഈ ആയത്തിലൂടെ. നിങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥം 100% സത്യമാണ്, പ്രയോജനമുണ്ടാകുമെന്ന ഉറപ്പ് നമുക്ക് തരുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഈ ഗ്രന്ഥം. ആരാണ് മുത്തഖി? ഏതെങ്കിലും ഒരാൾ അവനെ തന്നെ സംരക്ഷിക്കാനുള്ള സ്വന്തം സംരക്ഷിക്കാനുള്ള പരിച, അതായത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവനാണ് മുത്തഖി. ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം ഹിദായത്ത് കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ കുറെ അറിവ് നേടൽ മാത്രമല്ല ഉദ്ദേശം. ഈ ഗ്രന്ഥം ഹിദായത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഖുർആൻ പഠിക്കുന്ന വായിക്കുന്ന എല്ലാവർക്കും ഹിദായത്ത് കിട്ടുകയില്ല. തഖ്വയുള്ളവർക്ക് മാത്രമാണ് ഹിദായത്ത് കിട്ടുക. ഖുർആൻ വായിക്കുകയോ പഠിക്കുകയോ മാത്രം ചെയ്തതുകൊണ്ട് ഹിദായത്താകുന്ന പ്രയോജനം കിട്ടാതെ പോകും, നാം അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്. കിതാബ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അസ്സുഹദ കബീറിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അബൂ സ്വാലിഹ് റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അബൂ ഹുറൈറ തിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ മുള്ളുള്ള വഴികളിലൂടെ നടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഉണ്ടല്ലോ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മുള്ളുള്ള വഴിയിൽ നിന്ന് എന്റെ ഡ്രസ്സ് പൊക്കി പിടിച്ചുകൊണ്ട് മുള്ളു ചവിട്ടാതെ ശ്രദ്ധിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ മുള്ളുകളുള്ള വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വേറെ വഴിയിലൂടെ പോകും, മുള്ളുകൾ തൊടാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് തഖ്വ. തോന്നിയതുപോലെ ജീവിക്കാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്താണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചില റൂൾസുകൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണ് മുത്തഖി. ഒരു മുത്തഖിയായ ആൾ നമസ്കാരത്തിന്റെ സമയത്തായാലും അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കാണിക്കുകയില്ല. ഉറക്കം മറ്റോ വന്നാലും നിസ്കരിച്ചതിന് ശേഷമാണ് അതിലേക്ക് വീണ്ടും ഒരു ഉറക്കം വന്നാൽ പോലും നിസ്കരിച്ചതിന് ശേഷമാണ് ഉറങ്ങുക. അതുപോലെ ആളുകൾ കൂടി ഈബത്ത് പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുമ്പോഴോ
ഒന്നും ഒന്നും കേൾക്കുകയോ കാണുകയോ ഇല്ല. എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളല്ല മുത്തഖി. ചില റൂൾസുകളുണ്ട്, അത് ഫോളോ ചെയ്യുന്ന ആളാണ് മുത്തഖി. പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണം. ഒരു ഭക്ഷണം കിട്ടിയാൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കി സംസാരിക്കേണ്ട സ്ഥലത്ത് മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും എല്ലാ കാര്യവും ബോധപൂർവം ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് വിജയിക്കണം എന്ന നിർബന്ധമുള്ള ആളാണ് മുത്തഖി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരാൾക്ക് അവന്റെ ജീവിതം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് മുത്തഖി. റബ്ബ് പറഞ്ഞത് ഇനി എന്താണോ ഞാൻ അനുസരിക്കാനുള്ളത്, ഇനി എന്താണോ എനിക്ക് ജീവിതത്തിൽ തിരുത്താനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അബദാവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് മുത്തഖി. അപ്പോൾ അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല ബോധപൂർവം എന്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴും അകക്കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ആൾക്കാണ് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഹിദായത്ത് കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ഹിദായത്ത് പെറുക്കി എടുക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് പോലെ നമ്മുടെ തലയ്ക്കകത്ത് കയറാതെ പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുത്തഖി അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. ഈ ഗ്രന്ഥത്തിൽ നിന്ന് കേട്ടുപോകൽ മാത്രമാവരുത്, ഒരു ഗുണവും ഉണ്ടാവുകയില്ല. ഇനി അങ്ങോട്ടും ഗുണമില്ല, ഉണ്ടായില്ലെന്ന് വരും. ഗുണം വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കാണിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. പ്രാർത്ഥനയുടെ പുറമെ മുത്തഖിയുടെ ഗുണം നമ്മൾ കാണിക്കണം. സൂറ ഫാത്തിഹയിൽ നാം ഒരു ദുആ ചെയ്തിരുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണമേ. ഖുർആനിൽ ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് വേണമെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു. അതിന്റെ കൂടെ തന്നെ എഫോർട്ടും കൂടെ എടുക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളത് ഖുർആൻ മാനവരാശിക്ക് മൊത്തം ഹിദായത്താണ് എന്നാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അൽ ബഖറ 185-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആന ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. സാന്ദർഭികമായി പറയാണ്, ആ പരിശുദ്ധ റമളാനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇവിടെ ജനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, ഹുദല്ലിന്നാസ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ആവുന്നത്? ഹുദല്ലിൽ മുത്തഖീനാണ് ആവുന്നത്. ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. രണ്ട് രീതിയിലുള്ള ഹിദായത്തുണ്ട്. ഒന്ന് ഹിദായത്തുൽ ഇൽമ്, ഹിദായത്തുൽ ഇർഷാദ്. സാധാരണ ഏതൊരാളെ കുറിച്ച് മീൻസ് നാസ് എന്നുള്ളത് വിളിച്ചുകൊണ്ടുള്ള എല്ലാ ജനങ്ങളെയും എടുത്തു നോക്കുമ്പോൾ ഹിദായത്തുൽ ഇർഷാദ് അല്ലെങ്കിൽ ഹിദായത്തുൽ ഇൽമ് ഖുർആനിൽ നിന്ന് അവർക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അറിയണോ, മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അറിയണോ, അവർക്ക് ഖുർആനിൽ നിന്ന് കിട്ടും. അതായത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അവർക്ക് ഖുർആനിൽ നിന്ന് കിട്ടും. മുസ്ലിങ്ങൾക്ക് അനുവദനീയമായ ഭക്ഷണം ഏതാണ്, അനുവദനീയമല്ലാത്ത ഭക്ഷണം ഏതാണോ, അതും ഖുർആനിൽ നിന്ന് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ ഹുദൻ ലിന്നാസ് ആണ്. ഹിദായത്തുൽ ഇൽമിന്റെ കാര്യത്തിൽ, ഹിദായത്തുൽ ഇർഷാദിന്റെ കാര്യത്തിൽ അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും മുത്തഖിയായാലും മുത്തഖി അല്ലെങ്കിലും ഹിദായത്തുൽ ഇൽമ് അവർക്ക് കിട്ടും. എന്നാൽ രണ്ടാമത്തെ ഒരു ഹിദായത്തുണ്ട്, ഹിദായത്തുൽ തൗഫീഖി, ഹിദായത്തുൽ അമലി. നമ്മൾ നേടിയെടുത്ത ഹിദായത്തിൽ അമൽ ചെയ്യാനുള്ള കഴിവ്, ഇൽമിൽ നിന്ന് പ്രയോജനം ഉണ്ടാകുന്നത് നാം അമലാക്കി മാറ്റുമ്പോഴാണ്. ശരിക്കുള്ള അറിവിനായി മാറി ശരിക്കുള്ള അറിവ് നാം നേടിയെടുത്ത വിവരങ്ങൾ, ആ അറിവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ഇൽമ് പ്രയോജനപ്പെടുന്നത്. ഇതാണ് ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത്. വെറുതെ എഴുതി പഠിച്ച് സ്കോർ ചെയ്ത ഇൽമല്ല അത്. ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇൽമാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹിദായത്താണ്. ഒരു രണ്ടാമത്തെ കാറ്റഗറി ഹിദായത്ത്, ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറി ഹിദായത്ത് തഖ്വയുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്.
എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്? അറിവ് എന്നത് ഏതൊരു മനുഷ്യനും നേടാം. പക്ഷേ ഖുർആനിൽ നിന്ന് യഥാർത്ഥ രീതിയിലുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ, നാഫി ആയിട്ടുള്ള ഇൽമ് ഖുർആനിൽ നിന്ന് കിട്ടണമെങ്കിൽ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ, ഹിദായത്തുൽ അമലി കിട്ടണമെങ്കിൽ നമ്മൾ മുത്തഖിയാവണം. സൂറ ഫുസ്സിലത്തിൽ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. നീ പറയുക, ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു. വിശ്വാസമുള്ളവർക്ക് ഷിഫ ആണ് ഖുർആൻ, അവിശ്വാസികൾക്ക് ഷിഫ ഇല്ല. ഖുർആൻ കൊണ്ട് ഷിഫ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് വിശ്വാസം ഉണ്ടാവണം എന്നുള്ളത്. അള്ളാഹു എത്രയും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓരോ വാക്കിലും എത്ര ഹെവി ആയിട്ടുള്ള മീനിങ് ആണുള്ളത്. പൊതുവെ നമ്മൾ പഠിച്ചു വെച്ചത് ഖുർആൻ എല്ലാവർക്കും ഹിദായത്താണ് എന്നാണ്. പക്ഷേ ഒരു ഹിദായത്തിന്റെ കാര്യത്തിൽ തന്നെ ഇത്രയും ഫൈനായിട്ടുള്ള ഡീറ്റെയിൽസ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഹിദായത്ത്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഷിഫ, എന്ത് ടൈപ്പ് ഹിദായത്താണ് സാധാരണക്കാർക്ക് കിട്ടുക, മുത്തഖീങ്ങൾക്ക് ഏത് ടൈപ്പ് ഹിദായത്താണ് കിട്ടുക. അപ്പം എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തഖ്വ എന്നുള്ളത് വലിയൊരു കണ്ടീഷനാണ്. ഇത് തഖ്വ ഉള്ളവർക്ക് മാത്രമുള്ള ഒരു ഹിദായത്താണ്. ഈ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ എല്ലാവരും ചിന്തിക്കണം. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് സെറ്റ് എങ്കിലും തഖ്വയുടെ മൈൻഡ് സെറ്റ് ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെല്ലാം അനുസരിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനുമുള്ള മൈൻഡ് സെറ്റ് നാം ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഈ പഠനം കൊണ്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് കാര്യമുള്ളൂ. നാം അമലുകളിലേക്ക് അത് വരുത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കേൾപ്പിച്ചാൽ പോലും നമുക്കതുകൊണ്ട് പ്രയോജനം ഇല്ലാതാക്കാൻ. കാരണം ഇത് അള്ളാഹുവിന്റെ ഗൈബ് ആയിട്ടുള്ള കാര്യമാണ്, മുഅ്ജിസത്താണ്, അത്ഭുതമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഒരേ സമയം ഒരു ക്ലാസ്സിൽ രണ്ടാൾ പഠിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഗുണമുണ്ടാക്കാനും മറ്റേയാൾക്ക് ഗുണം ഇല്ലാതാക്കാനുമുള്ള കഴിവ് റബ്ബിനുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് നന്നായിട്ട് ദുആ ചെയ്യാം, മുത്തഖിയാവാൻ ശ്രമിക്കാം, മുത്തഖിയുടെ മൈൻഡ് സെറ്റ് കൊണ്ടുവരാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധിച്ചതിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കുകയും ചെയ്യാം. അതാണ് ഈ ഗ്രന്ഥം. വളരെയധികം വിശേഷിക്കപ്പെട്ട, വളരെയധികം ബഹുമാനിക്കപ്പെട്ട, ഹൈ സ്റ്റാറ്റസ് ഉള്ള ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം മുറുകെ പിടിക്കുന്നവർക്ക് ഇതുപോലുള്ള റെസ്പെക്റ്റും അതുപോലെയുള്ള സ്റ്റാറ്റസും ലഭിക്കും. ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരേ ഒരു വഴി ഈ ഗ്രന്ഥം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ദുനിയാവിൽ പ്രത്യേകം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വേണ്ടവര് അവരുടെ ജീവിതം തന്നെ അവരൊരു പ്രത്യേക രീതിയിലായിരിക്കും. അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള വീടായിരിക്കും, സ്റ്റാറ്റസിനനുസരിച്ചുള്ള ബ്രാൻഡുകളെ അവർ യൂസ് ചെയ്യൂ. സാധാരണ ഷോപ്പിൽ നിന്നും അവര് സാധനങ്ങളൊന്നും വാങ്ങാതെ ബ്രാൻഡ് ഷോറൂമിൽ നിന്ന് മാത്രമേ അവർ സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. ആ ഒരു സ്റ്റാറ്റസ് നമുക്ക്, അതൊക്കെ ദുനിയാവിന്റെ കാര്യം. ആ ഒരു സ്റ്റാറ്റസ്, അതുപോലുള്ള സ്റ്റാറ്റസുകൾ, അതിനേക്കാൾ വലിയ സ്റ്റാറ്റസുകൾ ആഖിറത്തിൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങേണ്ടത്, ചേർത്ത് പിടിക്കേണ്ട ബ്രാൻഡ് ഖുർആനാണ്. അങ്ങേയറ്റം വിലപ്പെട്ട ഈ ബ്രാൻഡ് മാത്രം മതി. നമുക്ക് ഇതിൽ സംശയമുള്ള ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു മുടി കൊഴിച്ചൽ തന്നെ വന്നാൽ പോലും നമ്മൾ ഒരുപാട് ഓയിലുകൾ വിപണിയിലുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ റിവ്യൂ വായിച്ചിട്ട് ഏറ്റവും ക്ലോസ്ഡ് പെർഫെക്റ്റ് ഏതാണോ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ ഗ്രന്ഥത്തിന് അതേസമയം അങ്ങനെയാണ് ദുനിയാവിന്റെ കാര്യം. അതേസമയം ഈ ഗ്രന്ഥത്തിന് റിവ്യൂ കൊടുത്തിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ആരുടെ റിവ്യൂവിന്റെയും ആവശ്യമില്ല. ഇത് നമ്മുടെ സൊല്യൂഷൻ ബുക്കാണ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ബുക്ക്. നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഇതിലുണ്ട്.
കാരണം ഇത് അള്ളാഹു റിവ്യൂ കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, പ്രയോജനം നേടാം, പക്ഷേ നിങ്ങൾ ഇന്നതായിരിക്കണം എന്നും കൂടെ ഇതിലുണ്ട്. ഇത്ര ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനേക്കാളും ആഴത്തിൽ ചിന്ത തരാൻ പറ്റുമോ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും? സുബ്ഹാനല്ലാഹ്. വേറെ എന്തെങ്കിലും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഒരു വാണിംഗ് കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ഇത് പ്രയോജനം വേണമെങ്കിൽ നാം മുത്തഖിയായിരിക്കണം. ഇത്രയും ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഹിദായത്തുൽ അമലിയെ കിട്ടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇതിനു വേണ്ടിയുള്ള ദുആ ചെയ്യുകയും അതിനുള്ള ശ്രമം നടത്തുകയും ഇതിനു വേണ്ടി നമുക്ക് റബ്ബിനോട് വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കാം. അതിനുള്ള യാത്ര അള്ളാഹു നമുക്ക് എളുപ്പമാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇത്രയുമാണ് പറയാനുള്ളത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. റബ്ബനാ അതിക് റികാബനാ മിനന്നാർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ربنا تقبل منا صيامنا وقيامنا وطاعتنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا وقرة أعين واجعلنا للمتقين إماما. അള്ളാഹുവേ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. നിങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. നമ്മളിൽ നിന്ന് പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരങ്ങളൊക്കെ. എല്ലാവരെയും അള്ളാഹു നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. ഈ നമ്മുടെ ഈ എഫേർട്ട് നീ സ്വീകരിക്കണേ റബ്ബേ. ഇതിന് അവസരം നൽകിയ മിഷ്കാത്ത് ഗ്രൂപ്പിനും അതുപോലെ മുംതാസ് മാം, ബാക്കി ടീച്ചേഴ്സ് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.